നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസണിൽ ലാലിഗയിൽ FC ബാഴ്സലോണ വിജയത്തോടുകൂടി തുടങ്ങിയിരിക്കുന്നു. റോബർട്ട് ലെവൻഡോസ്കിയുടെ ഇരട്ട ഗോളുകൾ കണ്ട മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് യുവതാരങ്ങൾ പുറത്തെടുത്തത്. 17 വയസ്സുകാരെ കളിക്കളത്തിലേക്ക് വിട്ടു ഹാൻസി ഫ്ലിക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം യുവതാരങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ലാമിൻ യമാൽ തന്റെ മികവ് തുടരുകയാണ്. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതോടുകൂടി ഇപ്പോൾ 5 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 1 ഗോളും 4 അസിസ്റ്റുകളുമാണ് കഴിഞ്ഞ 5 കോമ്പറ്റീറ്റീവ് ഫിക്സ്ചേഴ്സിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റാർ ബോയ് തന്റെ മികവിന്റെ പാരമ്പര്യയിലേക്ക് കുതിക്കുന്ന കാഴ്ച ബാഴ്സ ആരാധകരെ തീർച്ചയായിട്ടും സന്തോഷിപ്പിക്കും. മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കി, അദ്ദേഹത്തോടൊപ്പം റാഫീഞ്ഞ, ടോളസ്, യമാൽ എന്നിവരൊക്കെയാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് അൽമേഡയും ഡ്യൂറോയും ചേർന്നുകൊണ്ടാണ് വലൻസിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല ബാഴ്സലോണ നടത്തിയത്. കളിക്ക് ശേഷം അത് ഹാൻസി ഫ്ലിക്ക് പറയുകയും ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയിലെ ടീമിന്റെ പെർഫോമൻസിൽ താൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് ഗോൾ പിറക്കുന്നത്. ഡ്യൂറോയിലൂടെ വലൻസിയ ലീഡെടുക്കുന്നു. 44-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ലോപ്പസിന്റെ അസിസ്റ്റിൽ നിന്ന് ഡ്യൂറോയുടെ ഗോൾ വരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ FC ബാഴ്സലോണ തിരിച്ചടിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് യമാലിന്റെ അസിസ്റ്റിൽ നിന്ന് റോബർട്ട് ലെവൻഡോസ്കി ഗോൾ അടിച്ചതോടെ ഇടവേള സമയത്ത് സ്കോർ ലൈൻ 1-1. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ലെവൻഡോസ്കി ബാഴ്സയ്ക്ക് ലീഡ് നേടിക്കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ 2-1 എന്ന സ്കോർ ലൈനിൽ തന്നെ ബാഴ്സലോണ വിജയിച്ച് കയറി. എന്തായാലും പുതിയ സീസണിന് ജയത്തോടെ തുടക്കമിട്ടിരിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും.